അങ്ങനെ ഗുരുവായൂർ അമ്പലനട എന്ന് പറഞ്ഞ സിനിമ കണ്ടു. നല്ലൊരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള എൻ്റർടൈൻ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഈ സിനിമ. സോ ഈ പടത്തിൻ്റെ കഥയും കാര്യങ്ങളും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടീസറും ട്രെയിലറും കണ്ടിരിക്കും, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. സോ ഒരു കല്യാണം, സോ ആ കല്യാണത്തെ ചുറ്റിപ്പറ്റി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ ആ ഒരു പ്രശ്നങ്ങൾ, അതിൻ്റെ കോൺഫ്ലിക്ട്സ് അതൊക്കെ ചർച്ച ചെയ്യുന്ന സിനിമയാണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഴയ സിനിമയിൽ പണ്ടേ കാണുന്ന സംഭവം തന്നെയാണ്. സോ ക്ലീഷ് ആയിട്ടുള്ള സ്റ്റോറി ലൈനും കാര്യങ്ങളും തന്നെ ഉണ്ടെങ്കിലും ഫുള്ളി നല്ലൊരു എൻ്റർടൈൻ ആയിട്ട് തന്നെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് നല്ലൊരു എബോവ് ആവറേജ് നല്ലൊരു ഫീൽ എനിക്ക് തന്നു ഈ സിനിമ. സോ ഈ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിപിൻ ദാസ് എന്ന ഡയറക്ടറാണ്. നമ്മൾ ജെ ഹേ ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ്. സോ അതേ ഒരു പേസിങ് തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. ആ ഒരു നോർമൽ പേസും കാര്യങ്ങളും അതേപോലെ തന്നെ ഈ സിനിമേൻ്റെ ഒരു ഒഴുക്കും കാര്യങ്ങളെല്ലാം ആ ജെ ഹേ പോലെ തന്നെയാണ് ഉള്ളത്. സോ അതുപോലെ ആ സിനിമ പോലെയല്ല, ആ സിനിമ പോലെ ബ്ലാക്ക് ഹ്യൂമറും കാര്യങ്ങളും അധികം ചർച്ച ചെയ്യുന്ന സിനിമയല്ല. ബട്ട് അതേപോലത്തെ ഒരു പേസിങ്ങും അതിൻ്റെ ഒരു ഒഴുക്കും കാര്യങ്ങളും തന്നെയാണ് ഇതിൻ്റെ അകത്തും പിടിച്ചിട്ടുള്ളത്. ആ ഡയറക്ടറിൻ്റെ ആ ഒരു സിഗ്നേച്ചർ ഇതിൻ്റെ അകത്തും കാണാൻ കഴിയുന്നുണ്ട്. ഫുള്ളി കോമഡി ആയിട്ട് അറ്റാച്ച് ചെയ്ത കുറേ കാര്യങ്ങളിലുണ്ട്. അതൊക്കെ നല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ചീറ്റിപ്പോയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ചില സ്ഥലത്തൊക്കെ നല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്തേക്ക് കാസ്റ്റിലേക്ക് വന്ന ഒരുപാട് കാസ്റ്റ് ഉണ്ട്. മെയിനായിട്ട് രണ്ടാൾക്കാരാണ് വരുന്നത്, പൃഥ്വിരാജും പിന്നെ ബേസിൽ ജോസഫ്. അപ്പോൾ ഇവർ രണ്ടാളും കെമിസ്ട്രി, ആ ഒരു അളിയൻ കെമിസ്ട്രി ഒക്കെ നല്ല വർക്കൗട്ട് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് തുടക്കം തൊട്ട് നമുക്ക് ആ ഒരു സാധനം കാണിച്ചതിനെ കൊണ്ട് തന്നെ അത് ഫുള്ളി ആ ഒരു കാര്യങ്ങൾ ആ സിനിമയിൽ അവരെ ബോണ്ടിങ് കാര്യങ്ങൾ നല്ല മനസ്സിലാണ്ട്. സോ അത് ഓവറാക്കി കാണിച്ചെങ്കിൽ നല്ല സെറ്റായിട്ടുണ്ട്. സോ ഓവർ എന്ന് പറയുന്ന കാര്യം ഈ സിനിമയിൽ ഫുള്ളി ത്രൂ ഔട്ട് പിടിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വരാം. സോ അതിന് മുമ്പ് ഇതിൻ്റെ അകത്തുള്ള കുറേ കാസ്റ്റും കാര്യങ്ങളും ആ ഒരു പെർഫോമൻസ് വൈസാണ് ഈ സിനിമ മുന്നോട്ട് വന്നത്. കുറേ കാസ്റ്റ് ഉണ്ട്. മെയിനായിട്ട് വരുന്നത് പൃഥ്വിരാജും ബേസിൽ ജോസഫ്, പിന്നെ അനശ്വര രാജൻ, പിന്നെ നിഖില ഭീമിലാണ്. സോ ഇവർ 4 ആൾക്കാരാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബാക്കിയെല്ലാം കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലെ ചങ്ങായിമാർ വരുന്നുണ്ട്. സോ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ജഗദീഷ് അടക്കമുണ്ട്. ജഗദീഷിൻ്റെ പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. സോ ഇപ്പോൾ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങൾ കോമഡി ആക്കിയിട്ടുണ്ട് ഈ സിനിമയിൽ ത്രൂ ഔട്ടൊക്കെ. സോ അങ്ങനത്തെ കാസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അവരെ പെർഫോമൻസ് വൈസ് അതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. സോ ഓവർ എന്ന് പറയുന്ന ഈ പടം ഫുള്ളി ഓവറാണ്. അത് ഇവർ പെർഫോമൻസ് വൈസ് ഭയങ്കര ഓവറാണ് ഈ സിനിമയിൽ. ഇപ്പോൾ ടീസറും ട്രെയിലറും കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അവരെ പെർഫോമൻസ് വൈസ് ഒക്കെ ഭയങ്കര ഓവറാണ്. സോ ആ ഒരു ഓവർ സാധനം തന്നെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. സോ അത് സിനിമ കണക്റ്റായ ആ ഒരു കോമഡിയും കാര്യങ്ങളും കണക്റ്റായ പിന്നെ സിനിമ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോളൂ. പക്ക എൻഗേജ്മെൻറ്റ് തന്നെയാണ്. സോ എനിക്ക് ആ ഒരു കാര്യം നല്ല ആസ്വദിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് വൈസ് ഇപ്പോൾ പൃഥ്വിരാജ് അഭിനയിക്കുന്ന കാര്യമായാലും ബേസിൽ ജോസഫ് ആയാലും കുറച്ച് എന്താ പറയുക ഭയങ്കര ഓവറാണ്. സോ ഓവർ ദ ടോപ്പ് ആകുന്ന കുറേ സാഹചര്യങ്ങളിലുണ്ട് ഈ സിനിമയിൽ. അതൊക്കെ ഭയങ്കര ക്ലീഷായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ ഈ സിനിമയിൽ എനിക്ക് തോന്നി അവിടെ ആയിട്ട്. ബട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പടം എനിക്ക് തുടക്കം തൊട്ട് അവസാനം വരെ ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബിൽഡപ്പാണ്, ആ ഒരു പ്രശ്നത്തിലേക്കുള്ള ഒരു ബിൽഡപ്പാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ കല്യാണത്തിലേക്കുള്ള ഒരു പോക്കും പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനൊക്കെ കിഡുവാക്കിയിട്ടുണ്ട്. ആ ഒരു ഗുരുവായൂരിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാക്കിയിട്ടുണ്ട്. സോ ഫുള്ളി ഒരു ഓവർ ദ ടോപ്പും അതിൻ്റെ രണ്ടിലിടയിൽ കളിക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് അവരെ പെർഫോമൻസ് വൈസാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കാണിക്കുന്നത്. സോ ആ കാര്യം തുടക്കം തൊട്ടാൽ നിങ്ങൾക്ക് കണക്കായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ അവിടെ ഇവിടെ ആയിട്ട് എനിക്ക് ചില സാധനം എലമെൻസ് എല്ലാം ഉണ്ട്. കുറേ എലമെൻസ് കുറച്ച് എലമെൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് അതൊന്നും തീരെ കണക്ട് ആയില്ല. ചില സ്ഥലങ്ങളൊക്കെ പാളിപ്പോയ സ്ഥലങ്ങളിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള പിന്നെ കുറേ ക്രിഞ്ച് എലമെൻസ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ അകത്തുള്ള ഒരു പാട്ടുണ്ട്, K4 കല്യാണം പാട്ടില്ല. അതെല്ലാം ഭയങ്കര ക്രിഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് പടം. എനിക്ക് നല്ലൊരു എൻജോയബിൾ ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പടമായിട്ടാണ് എനിക്ക് ടോട്ടലി എനിക്ക് ഫെൽറ്റ് ആയിട്ടുള്ള ഈ പടം. പിന്നെ ഈ പടത്തിൽ അത്യാവശ്യം നല്ല ഹ്യൂമറും കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ നന്ദനത്തിൻ്റെ റെഫറൻസും പിന്നെ ഗോഡ് ഫാദർ റെഫറൻസ് അങ്ങനെ കുറേ പടത്തിൻ്റെ റെഫറൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പഴയ സിനിമയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേഗം തന്നെ ഫീൽ ചെയ്യും. സോ പടം കാണുമ്പോൾ എനിക്ക് ഫീൽ ഇത് എവിടെയോ കണ്ടൊരു സീനാണല്ലോ എന്നുള്ളൊരു ഫീൽ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. സോ ആ നന്ദനത്തിൻ്റെ റെഫറൻസ് ഒക്കെ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിൽ കിഡുവാക്കി വെച്ചിട്ടുണ്ട്. ആ ഗുരുവായൂരിലെ ആ ഒരു സീന് ഫുള്ളി ആ ഒരു ഫുൾ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളുണ്ട്. അതെല്ലാം ഭയങ്കര അടിപൊളിയാക്കി എനിക്ക് ഫീൽ ചെയ്തു. സോ ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് ക്ലീഷായിട്ട് തന്നെ ഫീൽ ചെയ്തു, ക്രിഞ്ചായിട്ട് തന്നെ ഫീൽ ചെയ്തു. ബട്ട് അധികവും എനിക്ക് നല്ല കണക്ട് ആയി. അവർ ആ ഒരു ഓവർ റിയാക്ഷനും ഓവർ ആക്ടിങ് ഒക്കെ ഭയങ്കര രസത്തിന് ഫീൽ ചെയ്തു. സോ അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് ഇതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്നത് അതിന് പറയാനുള്ളത്. സോ ഈ സിനിമേൻ്റെ മേക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് മെയിനായിട്ട് അടിപൊളിയായിട്ട് പറയാനുള്ളത്. ബാക്കി എല്ലാ സ്റ്റോറി ലൈനും കാര്യങ്ങളും ക്ലീഷ് തന്നെയാണ്. സോ എല്ലാവരും പെർഫോമൻസ് വൈസ് അടിപൊളിയാക്കി. ഈ പെർഫോമൻസ് വൈസിനെ സിനിമേൻ്റെ ഒഴുക്ക് തന്നെ പറയാനുള്ളത്. സോ പടത്തിനെ പറ്റി എനിക്ക് ഇത്ര പറയാം. നല്ലൊരു ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു നിങ്ങൾക്ക് അറിയാം ആ ഒരു പെർഫോമൻസ് വൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സിനിമ തീർച്ചയായും ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ എനിക്ക് ഭയങ്കര അടിപൊളി പടം എന്നൊന്നും പറയാനില്ല. ബട്ട് എബോവ് ആവറേജ് നല്ലൊരു ഫൺ ഫീൽഡ് എൻ്റർടൈൻ ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. ഒരു വട്ടെങ്കിലും കണ്ടുനോക്കാൻ പറ്റിയ പടമായിട്ട് തന്നെ ഫീൽ ചെയ്തു. സോ കണ്ടിട്ടാൽ എന്തായാലും തിയേറ്ററിൽ പോയിരുന്ന് വാച്ച് ചെയ്ത് നോക്കുക. സോ ഇത്ര പറയുന്ന സിനിമയെ പറ്റിയിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.